ചെയ്യുന്നത്. ഞാൻ ഈ ഓപ്പർച്യൂണിറ്റിയുമായി കണക്ട് ആയിട്ട് 4 മാസം കഴിഞ്ഞു. എൻ്റെ അപ്ലൈൻ ദിലീപ് സാറും നീതു ലിജോയും, മെന്റർ ഷാജി മിത്തൽ സാറും സുരേഷ് സാറുമാണ്. ഞാൻ ഈ ഓപ്പർച്യൂണിറ്റിയിൽ കണക്ട് ആയ സമയത്ത് എനിക്ക് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. നമ്മുടെ കമ്പനിയുടെ ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് എനിക്ക് അതിനെല്ലാം നല്ല മാറ്റമുണ്ട്. ഇപ്പം ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം മാറി ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകാതെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മളെല്ലാവരും ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതോടൊപ്പം നല്ലൊരു ആരോഗ്യവും നല്ലൊരു പേഴ്സണാലിറ്റിയും കൂടി തരുന്ന ഈ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതിനായി നമ്മുടെ അശ്വിനി മേഡമാണ് ഈ പ്ലാൻ ഷെയർ ചെയ്യുന്നത്. മേഡം കാസർഗോഡാണ് സ്ഥലം. ഇപ്പോൾ ദുബായിൽ 13 വർഷമായിട്ട് ദുബായിൽ സെറ്റിൽഡ് ആണ് ഫാമിലിയോടൊപ്പം. സുരേഷ് സാറിന്റെ വൈഫ് കൂടിയാണ്. മാഡം ഈ പാർട്ട് ടൈമായിട്ട് 13 വർഷം കൊണ്ട് ദുബായിലാണ്. പാർട്ട് ടൈമായിട്ട് ജോലിയോടൊപ്പം ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പൂർണ്ണമായും ഫുൾ ടൈം നമ്മുടെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതിനായി ഞാൻ മാഡത്തെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. മാഡം പ്ലീസ് വെൽക്കം. താങ്ക് യു സീന മാഡം, വളരെ നന്നായി. അതുപോലെ തന്നെ കാർ ഫണ്ട് ഡയറക്ടറും കാർ ഫണ്ടും കൂടി ആയ മാഡത്തെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. താങ്ക് യു സീന മാഡം, താങ്ക് യു വെരി മച്ച്. വളരെ നല്ല രീതിയിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തു. അപ്പം എന്റെ പേര് അശ്വിനി സുരേഷ്, നാട് കാസർഗോഡാണ്. 13 വർഷമായിട്ട് മാഡം പറഞ്ഞ പോലെ UAE-ലാണ്. പാർട്ട് ടൈം ആയിട്ട് ജോലിന്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തൊരു ബിസിനസ് വെഞ്ചറാണിത്. അതിന്റെ കൂടെ വേറൊരു ബിസിനസ് കൂടി ഉണ്ടായിരുന്നു. എല്ലാ ബിസിനസ്സിലും ഇതാണ് ബെസ്റ്റ് എന്നുള്ളൊരു സ്വയം മനസ്സിലാക്കിയിട്ട് അതൊക്കെയും സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഞാൻ ഇതിലേക്ക് വന്നു ഫുൾ ടൈം ആയിട്ട്. അപ്പൊ ഇന്ന് ഒരു 5,000-ഓളം ആൾക്കാർ എന്റെ ടീമിലുണ്ട്. 250-ഓളം ലീഡേഴ്സ് ഉണ്ട്. സോ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ഈ ബിസിനസ് നടന്നുകൊണ്ട് മീൻസ് നല്ലൊരു ഗ്രോത്തിലേക്ക് പോകുന്നുണ്ട്. കുറെ ലീഡേഴ്സിനെ നല്ലൊരു ഇൻകമിലേക്ക് എത്തിക്കാനും പറ്റിയിട്ടുണ്ട്. അപ്പം ഇത് ഒരു സ്ലൈഡിന്റെ ഒരു ഇതിലാണ് ഞാൻ നിങ്ങൾക്ക് പ്ലാൻ പ്രസന്റേഷന് പറയാൻ പോകുന്നത്. സിന മാഡം ഓക്കെ അല്ലേ? കാണാലോ? കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ. നമ്മുടെ മുമ്പിലുണ്ടത് നമുക്കൊരു ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പം എന്താണ് ഈ ഓപ്പർച്യൂണിറ്റി? ദ വിന്നിംഗ് ടീം, ദ ടീം ഓഫ് ചാമ്പ്യൻസ്. കുറെ ലീഡേഴ്സിനെ ലക്ഷക്കണക്കില് സമ്പാദിക്കുന്ന ഒരു ലെവലിലേക്ക് ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ കൊടുത്ത് എഡ്യൂക്കേറ്റ് ചെയ്ത ഒരു ഇന്ത്യ ലെവലിലുള്ള സക്സസ്ഫുൾ ഒരു ടീമാണ് വിന്നിംഗ് ടീം. ഈ ഒരു വിന്നിംഗ് ടീം ആണ് നമ്മൾക്ക് ഇവിടെ എല്ലാ ഫ്രീ ട്രെയിനിങ് പ്രോഗ്രാംസ് മുഴുവനും നമ്മൾക്ക് നൽകുന്നുള്ളത്. അതുപോലെ തന്നെ കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. നമ്മളിപ്പോ വർഷങ്ങളായിട്ട് നമ്മൾ കസ്റ്റമേഴ്സ് ആണ് അല്ലെ. നമ്മൾ എന്ന് ഓർമ്മ വെച്ചോ അന്ന് മുതൽ നമ്മൾ പലതരത്തിലുള്ള പ്രോഡക്ട്സുകൾ നമ്മൾ ഉപയോഗിച്ച് കസ്റ്റമറായിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ബട്ട് അതില് നമ്മളൊരു കസ്റ്റമറായിട്ട് കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മൾക്ക് വേറെ യാതൊരു ബെനിഫിറ്റ്സും നമ്മൾക്ക് അതിൽ കിട്ടിയിട്ടില്ല. ശരിയല്ലേ? അപ്പം ഇതില് നമ്മളെ കൺസ്യൂമറിനെ എംപവർ ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് നമ്മൾക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. അതാണ് കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. അത് നമ്മൾക്ക് ഫിനാൻഷ്യൽ ഓൾ ഫെസിലിറ്റീസ് നമ്മൾക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കത് മുമ്പോട്ട് കാണാൻ പറ്റും. ഇതില് നമുക്ക് കാണാം ഡ്രീംസ്. നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ ഡ്രീം കാണുന്ന ഒരു സമയം എന്ന് പറയുന്നത് നമ്മളെ ചൈൽഡ്ഹുഡ് ഡേയ്സിലാണ് അല്ലെ. ചൈൽഡ്ഹുഡ് ഡേയ്സിൽ എല്ലാവർക്കും ഡ്രീം ഉണ്ടാവും. നമ്മൾക്ക് വലിയതായതിനു ശേഷം അങ്ങനെ ആവണം ഇങ്ങനെ ആവണം ഒക്കെ. പിന്നെ നമ്മളെ ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിലും നമ്മൾ എല്ലാവരും പേഴ്സണൽ ഡ്രീം, ലൈഫ് ഡ്രീം എന്തെന്ന് പോലും നമ്മൾ മറന്നു പോയിട്ടുണ്ടാവാം നമ്മൾ ഈ ഒരു ജീവിതത്തിന്റെ സ്ട്രഗിളില്. അപ്പം നമ്മൾക്ക് ഒന്നുകൂടിയുടെ റിമൈൻഡ് ചെയ്യിക്കാണ് ഡ്രീംസിനെ പറ്റിയിട്ട്. അതില് നമുക്ക് കാണാം ലക്ഷറി ഹോം. ചില ആൾക്കാരുടെ ഡ്രീമാണ് നമുക്ക് നല്ലൊരു വലിയ വീട് വേണം. ചില ആൾക്കാർക്ക് പലതരത്തിലുള്ള വലിയ നല്ല ലക്ഷറി കാറായിരിക്കാം. അതുപോലെ ചില ആൾക്കാരൊക്കെ നമുക്ക് കോടി കണക്കിൽ സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹമായിരിക്കാം. ബാങ്ക് ബാലൻസ് വേണം. പിന്നെ മക്കളൊക്കെ ഫോറിൻ കൺട്രീസിലൊക്കെ അയച്ചിട്ട് ഒക്കെ നല്ല എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കാനുള്ള ആഗ്രഹമായിരിക്കാം. ജ്വല്ലറി, ഇതൊക്കെ എല്ലാവരും സാധാരണ അല്ലെ. ഫോറിൻ ട്രിപ്പ്, ചില ആൾക്കാർക്ക് പറയാം അതൊന്നല്ല എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ വിൽ ടു അറൌണ്ട് ദ വേൾഡ്, ഞങ്ങൾക്ക് കറങ്ങണം എന്നുള്ള ആഗ്രഹം. ഓക്കെ, ഇതൊക്കെ ആൾക്കാർ ഓരോരാളുടെ ഡിഫറെന്റ് ഡ്രീം ആയിരിക്കാം. ബട്ട് നമ്മൾക്ക് ഒരു സാധാരണക്കാരായിട്ട് ഒരു വർക്കില് ഒരു ജോബിലേക്ക് നമ്മൾ എംപ്ലോയി ആയിട്ട് പോകുന്ന ഒരു ലൈഫിൽ നമ്മൾക്ക് ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ?
അല്ലേ? നമ്മൾക്ക് എന്താ, ക്യാൻ വി അച്ചീവ് ഇറ്റ് ഫ്രം അവർ ജോബ് ഓർ ബിസിനസ്? നമ്മൾ ചിലപ്പോൾ ഒരു ബിസിനസ് റൺ ചെയ്യുന്നവർ തന്നെ ആയിരിക്കാം. ബട്ട് നമ്മൾക്ക് ആ ഒരു ബിസിനസ്സിൽ നമുക്ക് ഗ്രോത്ത് സക്സസ് ഒന്നും ചിലപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് അച്ചീവ് ചെയ്യണമെന്നും പറഞ്ഞിട്ടില്ല. സക്സസ്ഫുൾ ആയ ബിസിനസ് ഒക്കെ ഒരു എന്റർപ്രണറോ അല്ലെങ്കിൽ ഒരു വലിയൊരു ബിസിനസ്മാൻ ആയാലും മാത്രമേ നമുക്ക് ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഒരു എംപ്ലോയി ആയിട്ട് ജീവിക്കുന്ന സമയത്ത് സാധാരണമായി നമ്മൾക്ക് ഫുൾഫിൽ ചെയ്യുന്ന നമ്മളെ ബേസിക് നീഡ്സ് മാത്രമായിരിക്കും. ബട്ട് നമ്മൾ ലൈഫ് ഡ്രീം ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റാറില്ല. അപ്പൊ നമ്മളെ ലൈഫ് ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ നമുക്ക് എന്താണ്, നമ്മൾ സമ്പന്നരാവണം. അതിന് എല്ലാവരും പിന്നെ ചിന്തിക്കുന്ന വേ ആണ് ബിസിനസ്. നമ്മൾക്കറിയാം, ഇപ്പൊ ജോബില് വർഷങ്ങളോളം, ഇപ്പൊ ഞാൻ തന്നെ യു എയില് ടോട്ടൽ ഒരു 18 years ഞാൻ വർക്ക് ചെയ്തു. അതിൽ 13 വർഷം യു എയിൽ വർക്ക് ചെയ്തു. രണ്ടോളം ഇന്റർനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്തു. ലാസ്റ്റ് വർക്ക് ചെയ്ത ഒരു UK കമ്പനിയിലാണ്. അപ്പൊ അതിൽ ഞാൻ കണ്ട ഒരു ഡിമെറിറ്റ് സൈഡ് ഇത് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് ഈ ഒരു ജോബിൽ മാത്രം നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു പ്രോഗ്രസ് ഉണ്ടാവില്ല. എങ്ങനെയാണോ ഒരാൾ ഇന്ത്യയിലെ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്നത്, അതിന്റെ വേറൊരു ഫേസ് ആണ് നമ്മൾ യു എയിൽ നിൽക്കുന്ന ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നത്. മാത്രം ആർക്കും അറിയില്ല എന്നേ ഉള്ളൂ. ഓക്കെ, ഞാനിപ്പോ 12 കമ്പനിയിൽ യു എയിൽ വർക്ക് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് ഒക്കെ എത്ര നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ പോലും, ഞാൻ PG വരെ പഠിച്ച ഒരാളാണ്. ഇന്ത്യയിൽ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. യു എയിൽ വന്നിട്ടാകുമ്പോൾ 1.5 വർഷത്തോളം എനിക്ക് ഒരു സ്ഥലത്തും ജോലി കിട്ടിയിട്ടില്ലായിരുന്നു. 1.5 വർഷത്തോളം 50ഓളം ഇന്റർവ്യൂസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് എല്ലാ സ്ഥലത്ത് പോയിട്ട് ചോദിക്കുമ്പോൾ, കയറുന്ന സമയത്ത് ഇന്റർവ്യൂക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ UAE എക്സ്പീരിയൻസ് ഉണ്ടോ? ഞാനൊരു ജോബ് ഫീൽഡിൽ ഒരു പ്രവാസിയായിട്ട് വന്നത് ഞാൻ മാത്രമല്ല എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. റെക്കമെൻഡേഷനിൽ നമുക്ക് റെയർ ആയിട്ട് കയറാൻ പറ്റും, വളരെ റെയർ ആയിട്ട് 1 to 2% ആൾക്കാർ. ബാക്കിയുള്ള ആൾക്കാർ മുഴുവനും ജോലിക്ക് വന്നിട്ട് നമ്മൾ ജോബ് സെർച്ച് ചെയ്ത് കയറുമ്പോൾ അവര് ചോദിക്കുന്ന ചോദ്യമാണ് UAE എക്സ്പീരിയൻസ് ഉണ്ടോ? UAE എക്സ്പീരിയൻസ് ഉണ്ടോ? നമുക്ക് ഇടയ്ക്ക് ജോലി അവര് തന്നാലല്ലേ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. ഓക്കെ, അത് അവര് തരാതെ നമ്മൾക്ക് ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ഹസ്ബൻഡ് കമ്പനിയിൽ കയറിയിട്ട് ഒരു എക്സ്പീരിയൻസ് ലെറ്റർ ഒക്കെ എടുത്ത് വർക്ക് ചെയ്ത് ആണ് എന്റെ ഇവിടുത്തെ ഒരു വർക്ക് കരിയർ സ്റ്റാർട്ട് ചെയ്തത്. അതില് കുറെ വർഷങ്ങൾ വർക്ക് ചെയ്തു. അപ്പൊ അതില് ലാസ്റ്റ് ഞാൻ 4.5 വർഷം വർക്ക് ചെയ്ത ഒരു UK കമ്പനിയിലാണ്. അപ്പൊ UK കമ്പനിയിൽ വർക്ക് ചെയ്ത സമയത്ത് ഞാൻ അവിടെ പോയിട്ട് ഒരു 1.5 വർഷം ഞാൻ കണ്ടൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല്, ഒരു കാരണമില്ലാതെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന അങ്ങനത്തെ ആൾക്കാരെ പെട്ടെന്ന് കമ്പനി റിമൂവ്, ഒരു 40 ഏജ് കഴിഞ്ഞാൽ വിത്തൗട്ട് എനി റീസൺ കമ്പനി ആൾക്കാരെ പിരിച്ചുവിടുന്നുണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ വന്ന് നോക്കുമ്പോൾ അവർക്ക് ടെർമിനേഷൻ ലെറ്റർ ആണ് അവരുടെ മുമ്പിലുള്ളത്, ഇമെയിൽസ് ആണ്. അപ്പൊ ആ ഒരു പാനിക് സിറ്റുവേഷനിൽ ഒരാള് പല ലോൺസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഇത് എല്ലാ കമ്പനിയിലും നടക്കുന്ന കാര്യമാണ്. കോവിഡ് സമയത്ത് കൂടുതൽ ആൾക്കാർക്ക് ഈ ഒരു പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. ബട്ട് വിത്തൗട്ട് എനി നല്ലൊരു നടക്കുന്ന ഒരു സമയത്തും ഈ ഒരു സംഭവം ഇങ്ങനെ UAE നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓക്കെ, നമ്മളിതൊക്കെ നാളത്തെ കാര്യം, എനി ടൈം നമ്മൾ ഔട്ട് ആകും എന്നുള്ളത് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് ഞാൻ ബിസിനസ് മേഖലയിലേക്ക് കടന്നു വന്നത്. സോ അതില് ഞാൻ ചെയ്ത 2 ബിസിനസ്, വേറൊരു ഓൺലൈൻ ഡ്രസ്സിന്റെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിന്റെ ഡിമെറിറ്റ് സൈഡ് ഞാൻ അനുഭവിച്ചു. അപ്പൊ അത് എല്ലാം മനസ്സിലാക്കിയിട്ട് ഇതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ ചെയ്യുന്ന ഈ ഒരു ബിസിനസ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഞാൻ ഫുൾ ടൈം ആയിട്ട് ഈ ബിസിനസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. ഇത് എന്റെ ഒരു സ്റ്റോറി അല്ല, എല്ലാ പ്രവാസികൾ അനുഭവിക്കുന്ന പ്രോബ്ലം തന്നെയാണ്. അപ്പൊ അതേപോലെ തന്നെ നമ്മൾക്കറിയാം, ഇപ്പൊ നമ്മളൊരു ബിസിനസ്, നമുക്ക് എത്ര ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും നമുക്ക് കഴിവുണ്ടെങ്കിൽ പോലും, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും, നമുക്ക് ഒരു സംരംഭം പുതിയതായിട്ട് തുടങ്ങാനുള്ള നമുക്ക് യോഗ്യത ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഫേസ് ചെയ്യുന്ന മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഫണ്ടാണ്. അപ്പൊ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ലക്ഷക്കണക്കിന് പൈസ വേണം. ആ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു 2 വർഷം 3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് അതിലൊരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പം ഇതിലും നമുക്ക് ഭയങ്കര റിസ്ക് ഉണ്ട്. ചിലപ്പം ഫുള്ള് ഒരു നെഗറ്റീവ് സൈഡിലേക്ക് ആയിരിക്കാം ഇത് പോവാനുള്ള സാധ്യത. അപ്പൊ അവിടെ എന്താ, റിസ്ക് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് വേണം. അതിൽ അത്രേ ഒരു വലിയൊരു റിസ്കിലേക്ക് ഞങ്ങൾ പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര മാനസികമായിട്ടുള്ള വിഷമങ്ങളും ടെൻഷൻസും സ്ട്രെസ്സും കോമ്പറ്റീഷനും ഇതൊക്കെ ഉണ്ടാവും. ഇതുകൊണ്ട് തന്നെ നമ്മളെ ഹെൽത്ത് കണ്ടീഷനും നമുക്ക് വളരെ വേഴ്സ് ആയിട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. തന്നെയാണ് ഇതിൽ കാണുന്നത്. BP ആവാം, ഷുഗർ ആവാം, പലതരത്തിലുള്ള സ്ട്രെസ് കൂടിയിട്ടുള്ള അവസ്ഥകൾ. ഓക്കെ, മെന്റലി നമുക്ക് വളരെ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയിട്ട് തീരും. ഇതൊക്കെയാണ് ഏതൊരു സാധാരണ ഒരു എംപ്ലോയി ലൈഫും അതുപോലെ തന്നെ ബിസിനസ് മേഖലയിൽ ആൾക്കാർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം.
നെക്സ്റ്റ് നമുക്ക് ഇതിൽ കാണാം. നമുക്കിപ്പോ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ നമ്മൾ കടന്നു വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ജസ്റ്റ് ചേഞ്ച് യുവർ ഷോപ്പ്. നമ്മളൊരു ഷോപ്പിംഗ് നമ്മൾ ചേഞ്ച് ചെയ്താൽ മതി. അതിൽ നമ്മൾക്ക് യാതൊരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, സീറോ ഇൻവെസ്റ്റ്മെന്റ്. അതുകൊണ്ട് തന്നെ റിസ്ക് ഇല്ല, നോ കോമ്പറ്റീഷൻ, നോ ടെൻഷൻ. അതുപോലെ തന്നെ എക്സ്പെർട്ട് ആയ ടീംസിന്റെ എല്ലാ സമയത്തും നമ്മൾക്ക് സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ് കൂടി ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഡെയിലി ജീവിതത്തിൽ നമ്മൾ ഒരു 2-3 മണിക്കൂർ ഈ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു വർഷത്തിൽ ഒരു 1 ഇയർ ഒക്കെ ആകുമ്പോൾ ഒരു മിനിമം ഒരു 1 lakh ഇൻകമിലേക്കെങ്കിലും നമ്മൾക്ക് പെർ മന്ത് എത്താൻ പറ്റും. ഇതൊരു ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയിനെ സംബന്ധിച്ചിട്ട് നാട്ടിൽ ഈ ഒരു ഇൻകമിലേക്ക് എത്തണമെങ്കിൽ അതും ഒരു ഡ്രീം തന്നെ ആയിരിക്കും. ഇറ്റ് നോട്ട് പോസിബിൾ. ഇപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് നെക്സ്റ്റ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതില് നമുക്ക് കാണാം, നമ്മൾ ഡയറക്റ്റ് സെല്ലിങ് അതുപോലെ തന്നെ ട്രഡീഷണൽ മാർക്കറ്റിംഗ്. നമ്മൾ ഇതുവരെ വർഷങ്ങളായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആണ്. ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ഒരു മാനുഫാക്ചറിങ് പ്ലാന്റിൽ നിന്ന് കുറേ മീഡിയേറ്റേഴ്സ്, അഡ്വർടൈസ്മെന്റ് കമ്പനീസ്, ഹോൾസെയിലർ, ഡിസ്ട്രിബ്യൂട്ടർ, റീറ്റെയിലർ, ഇങ്ങനെയൊക്കെ ആയിട്ടാണ് കസ്റ്റമറിന്റെ കയ്യിൽ ലാസ്റ്റ് പ്രോഡക്റ്റ് വന്ന് എത്തിച്ചേരുന്നത്. അപ്പൊ ഒരു കമ്പനി 60% എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത് ഈ മീഡിയേറ്റേഴ്സിനെയാണ്. അതേ കേസിൽ നമുക്ക് ഡയറക്റ്റ് മാർക്കറ്റ് മീൻസ് ഡയറക്റ്റ് സെല്ലിംഗ് സിസ്റ്റം, ഇതാണ് നമ്മൾ ബിസിനസ്. ഇപ്പം ഇത് കാണുമ്പോൾ വിചാരിക്കും സെല്ലിംഗ് ആണെന്ന്. ഒരിക്കലും അല്ല. നമ്മൾക്ക് ഡയറക്റ്റ് ആയിട്ട് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റ് ആയത് കൊണ്ട് തന്നെ ഈ ഒരു ഡയറക്റ്റ് എന്നുള്ള വേർഡ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. കസ്റ്റമറായ നമ്മൾക്ക് യാതൊരു മീഡിയേറ്റേഴ്സ് ഇല്ലാതെ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ 60% നമ്മൾ മീഡിയേറ്റേഴ്സിന് കൊടുക്കുന്ന ആ ഒരു എമൗണ്ട് ഡയറക്റ്റ് സെല്ലിംഗിൽ കമ്പനി ഡയറക്റ്റ് നമ്മൾക്ക് കസ്റ്റമറായ നമ്മൾക്ക് തന്നെയാണ് തിരിച്ചു തരുന്നത്. അതെങ്ങനെയാണ്? 9 ടൈപ്പ് ഓഫ് ഇൻകമിലൂടെ. അപ്പൊ നമുക്കിതിൽ കാണാം, കമ്പനിന്റെ MD ഗൗതം ബാലി സർ, അതേപോലെ തന്നെ കോ പാർട്ട്നേഴ്സ് ദീപക് സൂദ്, അതേപോലെ തന്നെ കൺവർബീർ സിംഗ്. ഇപ്പൊ ഇതുണ്ട് കേട്ടോ, സൂ മീറ്റിംഗ് ഒന്ന് അറ്റൻഡ് ചെയ്യോ? ഇപ്പൊ സൂ മീറ്റിംഗ് ഉണ്ട്, ഇപ്പൊ അറ്റൻഡ് ചെയ്യോ? 40 വർഷത്തോളം ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ഓണേഴ്സ് ആണ് ഇവര്. ഇതിൽ നമുക്ക് ഇനി കാണാം അവാർഡ്സ് ആൻഡ് റെക്കഗ്നീഷൻ. അവാർഡ്സിൽ നമുക്ക് കാണാൻ പറ്റും 2004 തുടങ്ങിയ ഈ ഒരു കമ്പനി ഡൽഹി ബേസ്ഡ് ആയിട്ട് 2 ഓഫീസും 10 പ്രോഡക്ട്സും 6 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് തുടങ്ങിയ ഈ ഒരു കമ്പനി ഇന്ന് 5000+ ഓഫീസേഴ്സും 450+ പ്രോഡക്ട്സ്, ഓൺ പ്രോഡക്ട്സ്, പ്രത്യേകിച്ച് പറയണം ഓൺ പ്രോഡക്ട്സ്, അതുപോലെ തന്നെ 5 കോടി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉള്ള കമ്പനി ആയിട്ട് ഇത് മാറിയിട്ടുണ്ട്. 22 വർഷത്തിലേക്ക് കമ്പനി കടക്കാൻ പോവാണ്. അതുപോലെ തന്നെ നമ്മളെ കമ്പനിക്ക് കിട്ടിയ അവാർഡ്സ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക്, 30th റാങ്ക്, ഗ്ലോബൽ 100 അവാർഡ്, നാഷണൽ ബെസ്റ്റ് എംപ്ലോയർ, ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനി, മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ്, ഇതൊക്കെയാണ് നമ്മളെ കമ്പനിക്ക് കിട്ടിയ റിക്കഗ്നീഷൻസ്. ഹലാൽ സർട്ടിഫൈഡ് ആണ്. അതുപോലെ തന്നെ ഓൾ പ്രോഡക്റ്റ് ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റ് കാറ്റഗറിയിലേക്ക് നമുക്ക് വരാം. അവർ പ്രോഡക്റ്റ് കാറ്റഗറിയിൽ വെസ്റ്റീജ് പ്രൈം, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ്, പ്രോ ഹാർട്ട്, ജോയിന്റ്സ് ആൻഡ് ബോൺസ് ഹെൽത്ത്, ഫിറ്റ്നസ് ആൻഡ് ഡയറ്റ്, ലിസമിക് ഹെൽത്ത്, ഡിറ്റോക്സ് ആൻഡ് റിജുവിനേഷൻ, വുമൻസ് ഹെൽത്ത്, ബ്യൂട്ടി ആൻഡ് പേഴ്സണൽ കെയർ, ആയുഷ് ആൻഡ് ഹെൽത്ത് ഫുഡ്, ഷാർപ്പ് പ്രോഡക്ട്സ്, ഓറൽ കെയർ, വുമൻ ഹൈജീൻ പ്രോഡക്ട്സ്, ഹോം കെയർ, എഗ്രി പ്രോഡക്ട്സ്, മെൻസ് ഗ്രൂമിംഗ്, കളർ കോസ്മെറ്റിക്സ്, സ്കിൻ ഫോർമുല, ഇതൊക്കെയാണ് നമ്മളെ പ്രോഡക്റ്റുകൾ. ഇതില് നമുക്ക് കാണാം, ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് 50% ഡിസ്കൗണ്ടിലൂടെയാണ്. ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് ആണ്. ഇത് ഈ ഒരു കമ്പനി ഇന്റർനാഷണൽ പ്രസൻസിൽ ഇന്ത്യ, UAE, നേപ്പാള്, ബംഗ്ലാദേശ്, ഗാന, ഫിലിപ്പീൻസ്, ഐവറി കോസ്റ്റ്, സൗദി അറേബ്യ, ഇത്രയും കൺട്രീസിലുണ്ട്. അപ്പം ഇന്റർനാഷണൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നോർമലി നമ്മളിപ്പം എക്സ്പോർട്ട് ചെയ്യുന്ന അങ്ങനത്തെ ക്വാളിറ്റി പ്രോഡക്റ്റുകൾ എപ്പോഴും UAE നമ്മൾക്കൊക്കെ ഇന്ത്യ തന്നെ വരുന്നുണ്ടെങ്കിൽ തന്നെ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരിക്കും. അത് ഇന്ത്യക്കാർക്ക് അത്ര ക്വാളിറ്റി നല്ല പ്രോഡക്റ്റ് കിട്ടണമെന്നില്ല. ഇന്ത്യന്റെ പ്രോഡക്റ്റുകൾ അതാണ് ഇന്റർനാഷണൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ക്വാളിറ്റി ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു കമ്പനി ഇന്ത്യയിലായാലും UAE ഏത് കൺട്രീസിലായാലും ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ്. ഇത്രയും നല്ല ഗുഡ് പ്രോഡക്റ്റ് ആണ്. നെക്സ്റ്റ് നമുക്കിതിൽ കാണാം, നമ്മൾക്ക് ഈ ഒരു പ്രോഡക്റ്റുകൾ 10-20% ഡിസ്കൗണ്ടിലാണ്, ഹോൾസെയിൽ പ്രൈസിലാണ് കിട്ടുന്നുള്ളത്. അതുപോലെ തന്നെ ക്യാഷ് ബാക്ക് 5-16%, ഫ്രീ പ്രോഡക്ട്സ് 10%, CNC ബെനിഫിറ്റ്സ്
MRP 3000 പ്രോഡക്റ്റുകൾ ചില നമ്മൾ കൺസിസ്റ്റൻസി ഇതിൽ ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് 5th മന്തിൽ. അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഗ്യാരണ്ടി, നമ്മളെ എല്ലാ പ്രോഡക്റ്റും ഗ്യാരണ്ടീഡ് പ്രോഡക്റ്റ് ആണ് 100%. ഇതാണ് നമുക്ക് 15% കൺസ്യൂമർ ബെനിഫിറ്റ് ഉള്ളത്. അപ്പൊ ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, എന്താണോ നിങ്ങൾ വീട്ടിലേക്ക് നിങ്ങൾ വാങ്ങുന്നത്, പുറമെ ഷോപ്പുകളിൽ നിന്നൊക്കെ, ഗ്രോസറിന്ന് ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു പ്രോഡക്റ്റ്, ഓക്കെ, ആ ഒരു ഷോപ്പിങ്ങിനെ നമ്മൾ ഷോപ്പിലേക്ക് മാറ്റുക. അതാണ് നമ്മൾക്ക് ഇവിടെ ചെയ്യേണ്ടത്. നമ്മളെ ഷോപ്പിംഗ് ജസ്റ്റ് ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മളെ എക്സ്പെൻസിനെ നമ്മൾക്കൊരു വരുമാനമാക്കിക്കൊണ്ട് മാറ്റാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ ഇതിൽ നമുക്ക് 9 ways ഓഫ് ഇൻകം ഉണ്ട്. സേവിംഗ് ഓൺ കൺസപ്ഷൻ 10 to 20%, അക്യുമുലേറ്റീവ് പെർഫോമൻസ് ബോണസ് 5 to 16%, ഡയറക്ടർ ബോണസ് 15%, ടീം ബിൽഡിംഗ് ബോണസ് 3%, ലീഡർഷിപ്പ് ഓവർറൈഡിംഗ് ബോണസ് 18%, ട്രാവൽ ഫണ്ട് 3%, കാർ ഫണ്ട് 5%, ഹൗസ് ഫണ്ട് 3%, ഇലക്ട് ക്ലബ് ബോണസ് 2%. ഇതില് ഈ ഒരു ഇപ്പൊ ബിസിനസ്സിൽ നമ്മൾ 7 ഇൻകം വരെ നമ്മൾ അച്ചീവ് ചെയ്ത ഫാമിലിയാണ്. അപ്പൊ ഇതില് നമ്മളിപ്പോ ഫസ്റ്റ് ഇതില് ഈ ഒരു ബിസിനസ്സിൽ വന്നു, എല്ലാ പ്രോഡക്റ്റുകള് പോയിന്റ് ബേസിലാണ് നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മളൊരു 5500 പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് ബ്രോൺസ് ഡയറക്ടർ എന്ന പിൻ ലെവലിലേക്ക് നമ്മൾ എത്തും. ഓക്കെ, ആ സമയത്ത് നമ്മൾക്ക് കമ്പനി ഡയറക്ടർ ബോണസ് അതുപോലെ തന്നെ ടീം ബിൽഡിംഗ് ബോണസ് തരുന്നുണ്ട്. നമ്മൾ താഴെ വന്ന് നമ്മുടെ ടീമിൽ ഒരാളെ നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആക്കുമ്പോൾ സിൽവർ ഡയറക്ടർ എന്നൊരു പിൻ ലെവലിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. ഇതിലാണ് നമ്മൾക്ക് ട്രാവൽ ഫണ്ട് ഏഷ്യൻ ട്രിപ്പ് നമ്മൾ ക്വാളിഫൈ ആവുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ടീമിൽ വന്ന 2 പേരെ നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആക്കുമ്പോൾ ഗോൾഡ് ഡയറക്ടർ ആവും. അതുപോലെ തന്നെ 3 പേരെ ബ്രോൺസ് ഡയറക്ടർ ആക്കുമ്പോൾ സ്റ്റാർ ഡയറക്ടർ എന്ന പിൻ ലെവലിൽ പോവും. ഇതില് നമുക്ക് എല്ലാ മാസവും കമ്പനി ഇങ്ങോട്ട് കാർ ഫണ്ട് തരും. ഓക്കെ, നമ്മൾ ഞാനും എന്റെ ഹസ്ബൻഡ് ഈ ഒരു പിൻ ലെവലിലാണ് നിൽക്കുന്നുള്ളത്. നമ്മളെ ടീമിൽ 4 പേരെ നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആക്കുന്ന സമയത്ത് ഡയമണ്ട് ഡയറക്ടർ എന്ന പിൻ ലെവലിലേക്ക് നമ്മൾ പോവും. ഇതിലാണ് നമ്മൾ യൂറോപ്യൻ ട്രിപ്പിലേക്ക് ക്വാളിഫൈ ആവുന്നത്. അതുപോലെ തന്നെ നമ്മൾ താഴെ വന്ന 6 ടീമിൽ നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആക്കുന്ന സമയത്ത് ക്രൗൺ ഡയറക്ടർ ആവും. ഇതിലാണ് നമ്മൾക്ക് കമ്പനി ഹൗസ് ഫണ്ട് എല്ലാ മാസവും നമ്മൾക്ക് തരുന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ്. അപ്പൊ നമ്മളെ ഒരു ഡ്രീം ലൈഫിലേക്ക് നമ്മൾ മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു കമ്പനീന്റെ വെസ്റ്റീജിന്റെ ഐഡിയ എടുത്തുകൊണ്ട് നമ്മൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാല്, നിങ്ങളെ ബിസിനസ്സിലേക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആരാണോ ഷെയർ ചെയ്തത് അവരെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് ഇതിന്റെ ഐഡിയ എടുക്കണം. ഇതിന്റെ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കണം. അപ്പൊ അതിന് വേണ്ടത് നിങ്ങളൊരു ഫുൾ നെയിം, ഇമെയിൽ ID, ഡേറ്റ് ഓഫ് ബർത്ത്, SMS വരുന്ന ഒരു ഫോൺ നമ്പർ, പോസ്റ്റൽ പിൻകോഡ്, ഇത് ഇത്ര നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ID ക്രിയേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു SMS ആയിരിക്കും നിങ്ങളെ മൊബൈലിൽ വരിക. അതിലൊരു ഒരു ID നമ്പറും ഒരു പാസ്വേഡ് ഉണ്ടാവും. അത് നിങ്ങൾ എഴുതി വെക്കുക, നിങ്ങൾക്ക് എന്നേക്കും ഉള്ളതാണ്. അതിനുശേഷം നിങ്ങൾ അവർക്ക് നിങ്ങളെ ആധാർ കാർഡിന്റെ ഫ്രണ്ട് ബാക്ക് ക്ലിയർ ഒരു പിക്ചർ അത് നിങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കുക. കാരണം KYC എന്ന് പറഞ്ഞ ഒരു നെക്സ്റ്റ് ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് ഉണ്ട്. അപ്പൊ അത് അവർ ചെയ്തു തരും. അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ കമ്പനീന്റെ കസ്റ്റമർ ആവാം, ബിസിനസ് ചെയ്യാം. അത് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കസ്റ്റമർ ആയിട്ട് വരാൻ പറ്റൂല. രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ അവർക്ക് അത് അയച്ചു കൊടുക്കുക, അവരിതൊക്കെ ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് കാര്യങ്ങളൊക്കെയും ഇന്ത്യ ലെവലിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എല്ലാ സ്റ്റേറ്റുകളിലും മോസ്റ്റ് ഓഫ് ദ ഡിസ്ട്രിക്റ്റിൽ നമുക്ക് ഇതിന്റെ ഔട്ട്ലെറ്റുകളും ഉണ്ട്. അപ്പം ഇതാണ് ഇതിന്റെ ഷോർട്ട് പ്ലാൻ പ്രസന്റേഷന്. അപ്പം മൈക്ക് ബാക്ക് ടു MC. താങ്ക് യു മാഡം, താങ്ക് യു. വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കി തന്നു ഈ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച്. ഇനി ഒരു ക്ലോസിംഗ് സെഷനാണ്. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള ഒരു സമയം കൂടിയാണിത്. അതിനുവേണ്ടി ഞാൻ സുരേഷ് സാറിനെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. അദ്ദേഹവും ദുബായിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. 18 വർഷം കൊണ്ട് ദുബായിലാണ്. അശ്വിനി മാഡത്തിന്റെ ഹസ്ബൻഡ് കൂടിയാണ്. സാറിനെ ഞാൻ ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഈ സാറ് ഈ ഓപ്പർച്യൂണിറ്റി പാർട്ട് ടൈം ആയിട്ട് ജോലിയോടൊപ്പം തന്നെ ചെയ്യുന്നു. ഇത് ഒരു ക്ലോസിംഗ് ചെയ്യാൻ വേണ്ടി സാറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. സാർ പ്ലീസ് വെൽക്കം. താങ്ക് യു സീന മാഡം, താങ്ക് യു വെരി മച്ച്. വളരെ നന്നായിട്ട് MC ചെയ്തു. എന്നെയും അതുപോലെ തന്നെ അശ്വിനെ നന്നായിട്ട് വളരെ വ്യക്തമായിട്ട് പിന്നെ പരിചയപ്പെടുത്തി പുതിയ ആൾക്കാരിലോട്ട്.
പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് ഇപ്പോ സീന മാഡം വളരെ ചെറിയ സമയമായിട്ടുള്ളൂ ഈ പ്ലാറ്റ്ഫോമായിട്ടും ഈ ബിസിനസ്സുമായിട്ട് കണക്ട് ആയിട്ടുള്ള വളരെ നല്ല ഇമ്പ്രൂവ്മെന്റ്സ് ആണ് അവർ പിന്നെ ലൈഫിലും ഒക്കെ വന്നിരിക്കുന്നത്. ഹെൽത്തിലായിക്കോട്ടെ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആയിക്കോട്ടെ. അവർ പറഞ്ഞിരുന്നു ഇങ്ങനെ സംസാരിക്കുന്ന വ്യക്തിയൊന്നും ആയിരുന്നില്ല, ഒരു അവസരം കിട്ടിയപ്പോൾ എനിക്ക് അത് മാക്സിമം ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതിന് കൺഗ്രാറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ ഒരു 1-1.5 മണിക്കൂറിന്റെ പ്ലാനാണ്, വളരെ ഷോർട്ടായിട്ടാണ് അശ്വിന് പ്ലാൻ എടുത്തത്. വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിൽ എന്തേലും പിന്നെ കൃത്യത വേണമെങ്കിൽ, ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ചോദിച്ചാൽ ഫുള്ള് 100% ക്ലാരിറ്റി ചെയ്യും. പിന്നെ 100% നിങ്ങൾക്ക് ക്ലിയർ ആയതിനു ശേഷം മാത്രം പ്ലാറ്റ്ഫോം പിന്നെ നിങ്ങൾ എക്സിറ്റ് ആവുക. കാരണം നമുക്ക് ഈ ബിസിനസ് ലൈഫ് ടൈം കൊണ്ട് നടക്കാനുള്ള ബിസിനസ് ആണ്. അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇന്ന് പഠിച്ചിരിക്കണം അല്ലെ. നമ്മൾ ഇന്നൊരു പ്ലാൻ പ്രസന്റേഷൻ കേട്ടു, ഞാനും ഇതുവരെ കേട്ട വ്യക്തിയായിരുന്നു. നാളെ ഒരു 1-2 പ്രാവശ്യം കേൾക്കുമ്പോൾ ഒരുപാട് ക്ലാരിറ്റി കിട്ടും. അതിനുശേഷം നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ എങ്ങനെ ചെയ്യേണ്ടതില്ല, ആർക്കൊക്കെ ട്രെയിനിങ് വേണം, ആരാണ് ഫ്രീ ടൈം, അപ്പോൾ ഒന്ന് ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം. ആവശ്യമുണ്ടോ മാത്രം, ഒന്നും നിർബന്ധിക്കൂല ആരും. ഒരാഴ്ച നമുക്ക് തിരക്കിലായപ്പെട്ടു പോയി, കുഴപ്പമില്ല, പിന്നത്തെ ആഴ്ച നമുക്ക് ബിസിനസ് ചെയ്യാം. നമ്മൾ ഓൺ ടൈം ഉപയോഗിച്ച്, നേരത്തെ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞ അശ്വിനി പ്ലാനിൽ പറഞ്ഞിരുന്നു, നിങ്ങളെ ഫ്രീ ടൈം ഉപയോഗിച്ച് ചെയ്യാം അല്ലെ. നമ്മൾ സാധാരണ ബിസിനസ് ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ഫ്രീ ടൈം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റില്ല, ഫുൾ അത് സ്റ്റെക്കപ്പ് ആയിരിക്കാം. ഇതങ്ങനെയല്ല, നമ്മുടെ സമയം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. നമുക്ക് എത്ര ഏർണിങ്സ് വേണമെങ്കിലും ഇതിന് ഉണ്ടാക്കാൻ പറ്റും. അത്രയും നല്ലൊരു ഭാഗ്യമുള്ളൊരു പിന്നെ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ, സാധ്യതകൾ മനസ്സിലാക്കുക. നമ്മൾ പല ആൾക്കാരും ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്നതുകൊണ്ട്, സീറോ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, അതുകൊണ്ട് ഒരു റിസ്ക്കും ഇല്ല എന്നതുകൊണ്ട് ഈ ബിസിനസ് അത്രയും സീരിയസ് ആയിട്ട് കാണാറില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഒരുപാട് ലക്ഷങ്ങളും കോടികളും ഇൻവെസ്റ്റ് ചെയ്ത ബിസിനസ് ആണ് എന്ന രീതിയിൽ നിങ്ങൾ ഇതിനെ കണ്ടുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെ വളരെ സക്സസ് ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുനടക്കാൻ പറ്റും കേട്ടോ. അപ്പോ പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇതിൽ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമുക്ക് ഇവിടെ ഒരു ഷോപ്പ് ചേഞ്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. തീർച്ചയായിട്ടും അത് നമ്മുടെ പിന്നെ സാധാരണ ചെലവുകൾ, നമ്മുടെ വീട്ടിലെ ചെലവുകൾ ഒന്ന് ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്യുകയേ ചെയ്യുന്നുള്ളൂ. യാതൊരു ഒരു രൂപ കൂടി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നില്ല, ഒരാൾക്ക് കാശ് വാങ്ങണില്ല, ഒരാളുടെ കാശ് കൊടുക്കണില്ല, ഒന്നും ഇവിടെ ചെയ്യുന്നില്ല. അത് കൂടാതെ നമ്മൾ സാധാരണ ബിസിനസ് നാട്ടിൽ കണ്ടിരിക്കാം, അതിൽ നിങ്ങൾക്ക് ഇതുപോലെ സൂം പ്ലാറ്റ്ഫോമിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കേണ്ട അവസരം അവർ തരൂല. അവരുടേതായ പ്ലാറ്റ്ഫോമാണ്, അവർ പറയുന്നത് കേട്ട് നിങ്ങൾ ചെയ്യണം. അതിലുള്ള ബിസിനസ് കേട്ടിരിക്കാൻ കുറെ പേര് ചെയ്തവരുണ്ടാവാം. അതുപോലെ തന്നെ അങ്ങനെയുള്ള അമ്മാതിരി ബിസിനസ് കയറി കഴിഞ്ഞാൽ ഒരുപാട് കാശ് നിർബന്ധിത പർച്ചേസ് ഉണ്ട്, ഇത്ര മാസം പർച്ചേസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പിന്നെ ആ ചെയ്യിപ്പിച്ച കല്യാണത്തിനോ ഒരു ഹൗസ് വാമിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം പോകുമ്പോൾ മുഖം നോക്കാൻ പറ്റില്ല. കാരണം ഞാൻ അവരെ കൊണ്ട് കുറെ പർച്ചേസ് ചെയ്യിപ്പിച്ചു, അല്ലെങ്കിൽ അവരെ ഒരു കാശ് വാങ്ങി, ആർക്ക് കാശ് കൊടുത്തു. പക്ഷെ നമ്മുടെ ഈ ബിസിനസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അതൊരു റിസ്ക്കും ഇല്ല. അതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അങ്ങനെ രീതിയിലുള്ള ഒരു മണി സർക്കുലേഷനോ യാതൊരുവിധ പിന്നെ എന്താ പറയാ ശരിയായ രീതിയിലുള്ള അല്ലാതെ മൂവ്മെന്റ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ വിന്നിംഗ് ടീമിന്റെ സിസ്റ്റം ത്രൂ ആണ് നമ്മൾ പിന്നെ ബിസിനസ് ചെയ്യുന്നത്. കാഡ്ന റൂൾസ് പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. അത്ര കാഡ്ന റൂൾസ് എന്ന റൂൾസ് തന്നെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഫോളോ ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് നമുക്ക് വളരെ ഒഫീഷ്യലായിട്ട് തന്നെ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോ സൂം പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ദുബായിൽ ഇരുന്നുകൊണ്ട് ബിസിനസ് പിന്നെ നമ്മുടെ ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൂടാതെ നാട്ടിൽ ഒരുപാട് ഇതുപോലെ ബിസിനസ് മീറ്റിംഗ്സ് നടക്കുന്നുണ്ട് സൂമിൽ തന്നെ. പിന്നെ ഫിസിക്കൽ ആയിട്ടുള്ള മീറ്റിങ്ങുകൾ, പിന്നെ എനിക്ക് എടുത്ത് പിന്നെ കരീം മുസ്ലിയാർ സാറ് അവരൊക്കെ ഉണ്ട്. അവർക്ക് ഫിസിക്കൽ മീറ്റിംഗും വലിയ പ്രോഗ്രാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. നാട്ടിൽ ഡൽഹി പിന്നെ ഹെഡ് ഓഫീസിലും ഒക്കെ അവർക്ക് പോയിട്ടുള്ള എക്സ്പീരിയൻസുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പിന്നെ അവസരങ്ങളുണ്ട്. നിങ്ങൾ ഡൗട്ട് ഒക്കെ ഉണ്ട് ചോദിക്കാട്ടോ, ഞാൻ വന്നിട്ട് കുറച്ച് ക്ലാരിറ്റി കൂടി പറഞ്ഞുതരാം. ആ ഡൗട്ട് ചോദിക്കുമ്പോൾ ഒരാൾ ചോദിക്കാൻ എല്ലാവർക്കും ക്ലാരിറ്റി കിട്ടും. ഒന്ന് ഡൗട്ട് ചോദിക്കാവോ? കോട്ടയത്ത് നിന്ന് പിന്നെ ജോയിൻ ചെയ്ത ഒരു സാറുണ്ടായിരുന്നു, പിന്നെ 2 പേര് പുതിയ ഉണ്ടായിരുന്നു, പിന്നെ മോട്ടറോള മൊബൈലിലെ ഒന്ന് അശ്വിനി. സാറേ എല്ലാ ദിവസവും ഉണ്ടോ 7:30 മണിക്ക്? എല്ലാ ദിവസവും ഉണ്ട് സാറേ പ്ലാന്. നമ്മുടെ ശനിയാഴ്ച ഞായറാഴ്ച ഇല്ല, അല്ലാത്ത എല്ലാ ദിവസങ്ങളും ഉണ്ട്. അല്ല, ഗൾഫിൽ നിന്ന് 1-2 അനുജന്മാരുണ്ട്, അവരെ ഒന്ന് ഇതിൽ കണക്ട് ചെയ്താലോ ഒന്ന്? തീർച്ചയായിട്ടും അവർക്ക്, കാരണം ഡ്യൂട്ടി കഴിഞ്ഞൊരു സമയമായിരിക്കും 7:30 ആകുമ്പോൾ. അതെ, അപ്പൊ നിങ്ങളെ അവിടുന്ന് ക്ലാസ് എടുക്കുമ്പോ അവർക്ക് എളുപ്പമല്ലേ അങ്ങനെ? അതെ അതിന്റെ കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു കൊടുത്താല് ഞാന് അവരൊക്കെ ലിങ്ക് അയച്ചു കൊടുക്കാം നാളെ മുതൽ കേട്ടോ. തീർച്ചയായിട്ടും ഗൾഫിൽ വേണ്ട സപ്പോർട്ട് നമ്മൾ കൊടുക്കാം കേട്ടോ. ഓക്കെ, ഗൾഫിൽ വേണ്ട സപ്പോർട്ട് നമ്മൾ ഇവിടുന്ന് കൊടുക്കാം. ഓക്കെ, തീർച്ചയായിട്ടും 100%. ഓക്കെ. പിന്നെ പുതിയ ആൾക്ക് ഓക്കെ സാർ.
ഓക്കെ. ഓക്കെ, ഭാസ്കർ സാർ വളരെ സീരിയസ് ആണ് ബിസിനസ്സിൽ, എനിക്കറിയാം. ആ ഓക്കെ ഓക്കെ അതെ. ഓക്കെ. ഓക്കെ. അതുപോലെ പിന്നെ പുതിയ ആൾക്കാരും ഡൗട്ട് ചോദിക്കാവോ? നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടി ഹെൽപ്പ് ആവും. അശ്വിനി ഇൻവൈറ്റ് ചെയ്ത് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? നിങ്ങളുടെ പേര് എനിക്ക് എഴുതിയില്ലല്ലോ, ഒന്ന് ഇൻവൈറ്റ് ചെയ്യാവോ, അൺമ്യൂട്ട് ചെയ്യാവോ? പിന്നെ മോട്ടറോള പുതിയ ആള് മിനി നവീൻ, മിനി മാഡം ഇൻവൈറ്റ് ചെയ്തിരുന്നു, അവർ അൺമ്യൂട്ട് ചെയ്യാവോ? എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാവോ? ഓക്കെ, സൂമിൽ കേറാൻ പറ്റി കിടക്കുവാന്ന് അവള് പറയുന്നേ. ആരാ? അവൾക്ക് മറ്റേ KYC ഒക്കെ എന്റെ നാത്തു ഞാൻ ഇൻവൈറ്റ് ചെയ്തത്, അവളെ ഞാൻ ആഡ് ചെയ്തത്. അന്നേരം ഇപ്പൊ അവൾക്ക് സൂമിൽ കേറാൻ പറ്റുന്നില്ലെന്നാ പറഞ്ഞു. അവൾക്ക് അതെന്തോ സംഭവമായിട്ടിരിക്കുക. മാമിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അശ്വതി മാമിന്. ഓക്കെ ഓക്കെ ഓക്കെ, അവരോട് എന്തോ പറയണേ പറ്റി, എന്താണെന്ന് അറിയത്തില്ല അവൾക്ക്. ചിലപ്പോ സൂം പഴയ വേർഷൻ ആയിരിക്കേ. എന്തോ അവരോട് സൂം റീഇൻസ്റ്റാൾ ചെയ്യാൻ പറയൂ കേട്ടോ. സൂം ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറയൂ, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് പ്ലേ സ്റ്റോർ ഞാൻ അവർക്ക് പറഞ്ഞു ഇൻസ്റ്റാൾ ചെയ്യാൻ കൊടുത്തിരുന്നു, പറയും. പറഞ്ഞു കൊടുത്തിരുന്നു. ഡൗൺലോഡ് ചെയ്തു. ഉം. മാം അത് അവളുടെ നെറ്റ് ഇഷ്യൂ ആണോ നെക്സ്റ്റ്? ഓക്കെ, പുതിയ ആള് ഡൗട്ട് ഉണ്ടോ? ഒന്ന് ചോദിക്കാവോ, അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവോ പുതിയ ആൾക്കാരുടെ ഡൗട്ട്? നമ്മുടെ സാധാരണ ഇതിൽ പ്ലാൻ കെട്ടിട്ടാകുമ്പോൾ ആൾക്കാർക്ക് ഡൗട്ട് വരുന്നതെന്ന് വെച്ചാല്, ഞാന് പിന്നെ വിനീത സംസാരിച്ചോളൂ മാഡം, പറഞ്ഞോളൂ. അതുപോലെ ഇന്ന് ശരിയാക്കാന്ന് പറഞ്ഞു. ഇന്നത് നോക്കിയിട്ടേ അശ്വതി മാമിന് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അശ്വതി മാമുമായിട്ട് സംസാരിക്കാൻ ഞാൻ പറഞ്ഞു. ഓക്കെ ഓക്കെ, അശ്വിനോട് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞോളൂ, തീർച്ചയായിട്ടും. ഹലോ, കേക്കാം കേക്കാം, പറഞ്ഞോളൂ. അതുകൊണ്ട് അവളപ്പൊ അത് ശരിയാക്കിയിട്ട് അവള് കേറാന്ന് പറഞ്ഞു. ഇപ്പൊ നാളത്തെ മീറ്റിംഗ് കയറിയപ്പോഴും 9 മണിക്കത്തെ അവള് കേറണ്ടല്ലോ. കുഴപ്പമില്ല, അവർ കയറുന്ന കുഴപ്പമില്ല. 9 മീറ്റിംഗിന്റെ അത് കേറണം. ഇല്ല, അതെങ്ങനെയാണ് കുഴപ്പമില്ല, അവർക്ക് ഇഷ്ടം അതിലും കയറാം കേട്ടോ, എങ്ങനെയാണ് കുഴപ്പമില്ല. 9 മണിക്ക് ഷാജി സാർ എടുക്കുന്ന പ്രസന്റേഷൻ ആണ്. അതെ അതെ, ഓക്കെ കേട്ടോ. ഓക്കെ, നാളെ റെഡിയാക്കി നാളെ കയറിയാലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ നാളെ കേറാൻ പറയാം. ഓക്കെ, അത് ബെറ്റർ. ഓക്കെ, നോ പ്രോബ്ലം. ശരി, അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഫസ്റ്റ് നമ്മുടെ പ്ലാൻ കെട്ടിട്ട് ഫസ്റ്റ് നമുക്ക് ഡൗട്ട് വരുന്നത്, നമ്മുടെ ജസ്റ്റ് ഷോപ്പ് ചേഞ്ച് ചെയ്യുന്നതിലൂടെ എങ്ങനെയാണ് ഇത്ര വരുമാനം വരിക? അത് നമ്മുടെ പ്ലാനിന്റെ പ്രസന്റേഷൻ പറഞ്ഞിരുന്നു. അവിടെ നമ്മുടെ പിന്നെ ഇടനിലക്കാരും പരസ്യക്കാരും ഒഴിവാക്കിക്കൊണ്ട് ആ സേവ് ചെയ്യുന്ന കാശാണ് നമുക്ക് റിട്ടേൺ ആക്കി തരുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അവിടെ നമ്മുടെ ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യാ? എന്തായാലും നമ്മൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരാളോട് പറയും അല്ലെ, ആരെങ്കിലും ഒരാളോട് ഒന്ന് പറയായിരിക്കും, എന്നാലേ നമുക്ക് സമാധാനം വരുള്ളൂ അല്ലെ. ഒരു കാര്യം 1-2 ആൾക്കാർ പറയാൻ നമുക്ക് ഉറക്കം വരില്ല. പല ആൾക്കാരും, എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്, എന്തായാലും ഒന്ന് പറയുമ്പോൾ 1-2 ആൾക്കാർ സംസാരിക്കുമ്പോൾ ഒരു സമാധാനം കിട്ടുള്ളൂ. ഓക്കെ, അപ്പോ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഷെയർ ചെയ്യുമ്പോൾ അവരും കൂടി വാങ്ങും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നല്ലൊരു ഹോട്ടലിൽ കയറി, നല്ല ഹോട്ടൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവിടെ നമ്മൾ പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും പറയുന്നുണ്ട് പുതിയ ആൾക്കാർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെ നല്ല ഭക്ഷണമാണെന്നിട്ട് നമ്മൾ അടുത്ത ഫ്രണ്ട്സിനോടൊക്കെ പറയും, അവരെന്ത് ചെയ്യും, അടുത്ത ട്രിപ്പ് അവർ അവിടത്തേക്കായിരിക്കും, ആ ഹോട്ടലിലായിരിക്കും ഭക്ഷണം കഴിക്കുക. പക്ഷെ ആ പറഞ്ഞ ഫ്രണ്ട്സിന് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല, മുതലാളിക്ക് നല്ല വരുമാനമായിട്ട്. പക്ഷെ അതേ രീതി ഇവിടെ പറയുകയാണെങ്കിൽ, നമ്മളൊരു പേസ്റ്റ് ഉപയോഗിച്ചു, നല്ല ഇഷ്ടപ്പെട്ടു, ഞാൻ 3.5 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ആ പേസ്റ്റ് തന്നെയാണ്, 3.5 വർഷമായിട്ട് ബിസിനസ്സിലുണ്ട്, എനിക്ക് അതിനുശേഷം പല്ല് വേദന അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ കുറെ പേരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളും പറയില്ലേ, പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ട മറ്റൊരു പറയില്ലേ, അപ്പൊ അവരും നമ്മുടെ കസ്റ്റമറായിട്ട് വരും. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ഈ അബ്സല്യൂട്ട്ലി നമുക്ക് ഫ്രീ ആയിട്ട് ഐഡിയ എടുക്കാൻ പറ്റും ബിസിനസ്സിൽ. ആ ഐഡിയയുടെ കൂടെ അവരെയും കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. അവർ ചെയ്യുന്ന ബിസിനസ് നിങ്ങളുടെ ബിസിനസ് ആയിട്ട് വരും. അവർ എന്ത് പർച്ചേസ് ചെയ്യാൻ അതിന്റെ പ്രോഫിറ്റ് നിങ്ങൾക്ക് വരും, മനസ്സിലായില്ലേ? നമ്മുടെ ഡൗൺ ലൈൻ ആയിട്ട് അവിടെ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഞാൻ വെറും 4 പേരിലൂടെ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് ആണ്. ഞാനിപ്പോ പിന്നെ എന്റെ 2 ഫ്രണ്ടും എന്റെ വൈഫിന്റെ ഫ്രണ്ട് സോഫിയ ഡോക്ടർ, അങ്ങനെ കുറച്ച് 4 പേരിലൂടെ അസോസിയേറ്റ് ചെയ്ത ബിസിനസ് ആണ്. 5200 കൂടുതൽ ആൾക്കാർ ഇന്ന് നമ്മുടെ അസോസിയേറ്റ് ഉണ്ട്. പക്ഷെ 5200 ആൾക്കാർ ഇവിടെ പ്ലാറ്റ്ഫോമിൽ ഇല്ല. കുറെ പേര് അടുത്ത മീറ്റിംഗിലുണ്ട്, 9 മണി മീറ്റിംഗ് കയറിയായിരിക്കും, അങ്ങനെ ഡിഫറെന്റ് ഇതാണ്. പക്ഷെ 5200 ആൾ വർക്ക് ചെയ്യില്ല. അതിൽ വളരെ കുറച്ച് പേര് പിന്നെ സീരിയസ് ആയിട്ട് ലീഡറായിട്ട് ഇരിക്കുന്ന കുറച്ച് ലീഡേഴ്സ് ഉണ്ട്, വീഡിയോ ഓണാക്കിയിരിക്കുന്നൊക്കെ, അങ്ങനെ സീരിയസ് ആയിട്ട് ലീഡേഴ്സിനെ പോലെ വരും. കുറച്ച് പേര് കസ്റ്റമറായിട്ട് മാത്രം നിൽക്കും. പിന്നെ അത് മിക്ക ആൾക്കാരും
ബിസിനസ് പിന്നെ കുറച്ച് സമയം നിന്നിട്ട് പിന്നെ വേണ്ട നോക്കും. കാരണം അവർ റിസ്ക് എടുക്കുന്നില്ല, ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നില്ല, ഒരു റിസ്കിലോ ഒന്നുമില്ലെന്ന് വെച്ചിട്ട് ഏത് സമയത്ത് നിർത്തിപ്പോകാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് ഈ ഓപ്പർച്യൂണിറ്റി. അതുകൊണ്ട് അവർ കുറെ പേര് നിർത്തിപ്പോയിട്ടുണ്ടാവും. പക്ഷെ സീരിയസ് ആയി നിൽക്കുന്നവർക്ക് ഇത് ഈ ബിസിനസ് കൊണ്ടേ പോകുന്നവർക്ക് നല്ല ഏണിംഗ് എത്താൻ പറ്റും. മനസ്സിലായില്ലേ? നമ്മുടെ ഇപ്പോൾ ഒരു സ്ഥലത്തൊക്കെ ഒരു സ്ഥലത്ത് ബിസിനസ്, ഒരു ഷോപ്പ് ഇട്ട് ബിസിനസ് ഒരുപാട് കോസ്റ്റ് വരുന്നുണ്ട് അല്ലേ? ഇവിടെ നിങ്ങൾ ഇന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാസം 10-ാം തീയതി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പിന്നെ ബോണസ് ക്രെഡിറ്റ് ആവും. അതുമല്ല, നമ്മുടെ വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ അതിലൂടെ പ്രീ പ്രൊഡക്റ്റ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അത്രയ്ക്കും ഓപ്പർച്യൂണിറ്റി, ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് ദുബായിൽ വേണമെങ്കിൽ ഔട്ട്ലെറ്റ് ഓപ്പൺ ആക്കണോ, സൗദിയിൽ വേണോ, അല്ല നമ്മുടെ പിന്നെ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് വേണ്ടത്, അവിടെയൊക്കെ നിങ്ങൾ ഔട്ട്ലെറ്റ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങൾ ജസ്റ്റ് ഐഡിയ എടുത്താൽ മതി, ആ ഔട്ട്ലെറ്റ് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ എവിടെ ബിസിനസ് ചെയ്താലും ആ ഔട്ട്ലെറ്റിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങി പോകുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ പ്രോഫിറ്റ് കിട്ടി. UAE എടുത്ത സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ഒരാളെ കുടിച്ചു കഴിഞ്ഞാൽ, സോപ്പിട്ട് കുടിച്ചു കഴിയുമ്പോൾ ആ സോപ്പിന്റെ പ്രോഫിറ്റ് നിങ്ങളോട് സൗദിയിൽ വെള്ളം വാങ്ങിയാൽ. ഇതാണ് ബിസിനസ് എന്ന് വെച്ചാൽ വളരെ ഒരു മാജിക്കൽ ബിസിനസ് ആണ്. മനസ്സിലായില്ലേ? നമ്മൾക്ക് ഊഹിക്കാതിരിക്കാൻ പറ്റുന്ന ഒരു കൂടുതലുള്ള വലിയൊരു ബിസിനസ് ആണ്. ഈ സ്റ്റാർട്ടിങ് നമുക്ക് മനസ്സിലാകത്തില്ല, കുറച്ച് ഇതിലോട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് അതിൽ ഇൻകം വന്ന് കിട്ടണം. വളരെ നെക്സ്റ്റ് ലെവൽ ഇൻകത്തിലോട്ട് മാറുമ്പോഴാണ് ഇത് അറിയാം. ഞാൻ പിന്നെ 3.5 വർഷമായിട്ട് ഈ പ്രൊഡക്റ്റ് ഒന്നും സെല് ചെയ്യാൻ പോയിട്ടില്ല. പല ആൾക്കാരും ചോദിക്കും സെല് ചെയ്യേണ്ടതെന്ന്. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ കമ്പനി നമുക്ക് ഡയറക്റ്റ് സെല് ചെയ്യാണ് ചെയ്യുന്നത്, നമ്മൾ സെല് ചെയ്യല്ല ചെയ്യുന്നത്. നമ്മുടെ ഇതില് പിന്നെ 3.5 വർഷമായിട്ട് നമ്മൾ സെല് ചെയ്യാൻ പോയിട്ടില്ല. നമ്മൾ സെല് ചെയ്യുമ്പോൾ ആക്റ്റീവ് ഇൻകം മാത്രമേ കിട്ടുള്ളൂ. മാഡം പറഞ്ഞിരുന്നു ആക്റ്റീവ് ഇൻകം എന്താണെന്നുള്ളത് അല്ലേ? നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മാത്രം കിട്ടുന്ന ആക്റ്റീവ് ഇൻകം. പക്ഷേ ഞാനിപ്പോൾ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത് കാരണം, ഞാനിപ്പോൾ ഗൾഫ് നിർത്തി നാട്ടിൽ പോയാലും എന്റെ ബിസിനസ് ഔട്ട് റൺ ചെയ്യുന്നുണ്ടാവും. കാരണം ഒരുപാട് സ്ഥലത്ത് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്. പല ആൾക്കാർ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ അയ്യോ നെറ്റ്വർക്ക് എന്ന് പറയും. പക്ഷേ ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒന്നുമില്ല, കസ്റ്റമേഴ്സ് അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ എന്റെ താമസിക്കുന്ന ഒരു ലുലു ഉണ്ട് അടുത്ത്. അവർക്ക് 1000-2000 കസ്റ്റമേഴ്സ് ഉണ്ട്. അത് അവരുടെ നെറ്റ്വർക്കാണ്. കസ്റ്റമേഴ്സ് അവിടെ പോയി വാങ്ങുന്നു, ഷോപ്പിൽ പോയിട്ട്. അത് നെറ്റ്വർക്ക് തന്നെയാണ്, അവരുടെ നെറ്റ്വർക്കാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങൾ വീട്ടിൽ താമസിക്കുന്നിടത്ത് ഒരു ഷോപ്പ് ഉണ്ടാവാം, ആ ഷോപ്പിൽ ഒരുപാട് ബിസിനസ് എടുക്കുന്നുണ്ട്. ചിലപ്പോൾ 10-50 കസ്റ്റമർ ഉണ്ടാവും. അത് അവരെ നെറ്റ്വർക്കാണ്, നെറ്റ്വർക്കിലെ ആൾക്കാരാണ്. അത് അവരുടെ അടുത്തേ പോകുള്ളൂ, അടുത്ത ഷോപ്പിൽ പോവില്ല. പക്ഷെ വേറെ റിസ്ക് ഉണ്ട്, അടുത്ത ഷോപ്പിൽ നല്ലൊരു ഓഫർ കൊടുക്കുമ്പോൾ അങ്ങോട്ട് മാറിയപ്പോൾ കസ്റ്റമർ ബിസിനസ് നഷ്ടപ്പെടും. പക്ഷെ നമ്മുടെ ബിസിനസ് അങ്ങനെയൊന്നുമില്ല. ഒരു പിന്നെ ബിസിനസ് അങ്ങോട്ട് മാറിപ്പോവില്ല, ചലഞ്ച് വരത്തില്ല, ഇൻക്രീസ് ആയിക്കൊണ്ടേ വരുള്ളൂ, കുറയത്തില്ല ഒരിക്കലും. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അറിയില്ലേ നമുക്ക്, ഇ-കൊമേഴ്സ് പറഞ്ഞിരുന്നു മാഡം വളരെ വ്യക്തമായിട്ട്. ഇ-കൊമേഴ്സിന്റെ ടൈമാണ്. എല്ലാവരും ഓൺലൈനാണ് എല്ലാം പർച്ചേസിങ്. അല്ലാതെ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആണോ, ആ ഓപ്ഷൻ ഉണ്ട്. എല്ലാത്തിന്റെ സാധ്യതകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, നമ്മുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ, ഈ ബിസിനസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ ആരുടെ കൂടെയാണ് അസോസിയേറ്റ് ചെയ്തത്, അവര് നിങ്ങൾക്കൊരു വരുമാനം എത്തിച്ചാൽ മാത്രമേ അവര് സക്സസ് ആവുള്ളൂ, നിങ്ങളെ കൊണ്ടൊന്ന് സക്സസ് ആവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആരാണ് ഇൻവൈറ്റ് ചെയ്ത് അവരെ കൂടെ നിൽക്കുക, ഉറപ്പിച്ച് നിൽക്കുക. കാരണം നിങ്ങൾക്ക് ഒരു വരുമാനത്തിൽ എത്താൻ വേണ്ടി അവര് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ കൂടെയുള്ള എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. കാരണം അത് കൂട്ടായിട്ട് എല്ലാവർക്കും സക്സസ് ആവാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ എന്റെ കൂടെ ഒരാളെ അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കൊരു വരുമാനം വാങ്ങിക്കൊടുത്താൽ ആൾ കൂടെ നിൽക്കുള്ളൂ അല്ലേ? കറക്റ്റ് അല്ലേ? അതിന് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്യും. കാരണം അവർക്ക് വരുമാനത്തിന് വേണ്ടി വർക്ക് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ അവർ ലീഡർഷിപ്പ് കിട്ടുമെന്ന് വന്നു കഴിഞ്ഞാൽ അവരുടെ ബിസിനസ് കൊണ്ടുപോകും. എനിക്ക് മറ്റു ലെഗുകൾ ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യുന്ന ഒരുപാട് ലെഗുകളുണ്ട്. കാരണം അവരുടെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായില്ലേ? ഞാൻ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ. അപ്പൊ ഞാൻ തന്നെ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും ഡൗട്ട് ചോദിക്കാവോ? പുതിയ ആൾക്കാർ ചോദിക്കാം, പഴയ ആൾക്കാർക്കും ചോദിക്കാം. ആരെങ്കിലും ഡൗട്ട് ചോദിക്കാവോ? ഷംവീല് പുതിയ ആളാണോ? ഷംവീൽ ആരാ ഇൻവൈറ്റ് ചെയ്തിരുന്നത്? ഇപ്പൊ ജോയിൻ ആയതാണോ നിങ്ങൾ? ഇപ്പൊ ജോയിൻ ആയതോ? അത് ഇപ്പം ജോയിൻ ആയത്. ഓക്കെ, പ്ലാൻ കേട്ടില്ല അല്ലേ? ഓക്കെ. ആരാ ഇൻവൈറ്റ് ചെയ്തെന്ന് അറിയാവോ? പറയാം. ഷംന മേഡം ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്തായിരുന്നോ? ഇല്ല സാറേ, ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. രാജി മേഡം ആരും ചെയ്തില്ലല്ലേ? ഓക്കെ. കിട്ടിയില്ല. അശ്വിനി സുരേഷ് രാജു. അശ്വിനിയാണോ? ഒരു ഹായ് ഇടണം കേട്ടോ. ഞാൻ തന്നെയായിരിക്കും. കുറെ എനിക്കൊരു വരുന്നോണ്ടേ മനസ്സിലാവൂല. ഒരു ഹായ് ഇട്ടോ കേട്ടോ, ഒരു ഹായ് ഇട്ടോടെ, അപ്പൊ അറിയാൻ പറ്റും.
ഓക്കെ, ഇതൊരു സിമ്പിൾ ബിസിനസ് ആണ്. അപ്പൊ ഞാൻ പ്രസന്റേഷൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനിയും പിന്നെ റെക്കോർഡ് കേട്ടായിരുന്നോ? റെക്കോർഡ് ക്വസ്റ്റൻ കേട്ടായിരുന്നോ? ഇല്ല സർ. ഇല്ല ഇല്ല. പിന്നെ അശ്വിനി ഒന്ന് റെക്കോർഡ് അയച്ചു തരുവേ. അപ്പൊ ഒന്ന് കേൾക്കൂ കേട്ടോ. ഷാമിൽ സ്റ്റുഡന്റ് ആണോ വർക്കിംഗ് ആണോ? സർ മാഡം വർക്കിംഗ് ആണ്. എന്ത് ചെയ്യുന്നു ഷാമിലെ? ഞാനിപ്പോ ഒരു ഒപ്റ്റിക്കൽ വർക്ക് ചെയ്യുന്നു സർ. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. സമയം ഉണ്ടാവുമല്ലോ അല്ലെ? സമയം ഉണ്ടാവും. ഇത് വളരെ ഇതാണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് നമ്മുടെ ഷോപ്പ് ചേഞ്ച് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി ആണ്. ഓക്കെ, ഇത് നിങ്ങൾ ആർക്ക് കാശ് കൊടുക്കുകയോ വാങ്ങിയോ ഒന്നും വേണ്ട. ഓക്കെ, അല്ലാതെ തന്നെ നിങ്ങൾക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി ആണ്. ഒരു കാര്യം ചെയ്താൽ മതി, അശ്വിനെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. അശ്വിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും. അതൊന്ന് വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് കോൺടാക്ട് ചെയ്യുക അശ്വിനെ. അപ്പോൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു തരും കേട്ടോ. ഞാനിപ്പോ പകുതി പറഞ്ഞു നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല, ക്ലാരിറ്റി കിട്ടത്തില്ല. നിങ്ങൾക്ക് ഒരുപാട് ബിസിനസ് കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടോ? ഇതൊരു ബിസിനസ് ചെയ്തിട്ടുണ്ടോ എന്തേലും? ഇല്ല ഇല്ല അല്ലേ? ഓക്കെ. നാട്ടിൽ എങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ സംസാരിക്കാൻ അവസരം തരൂല്ല അവര്. ഇതുപോലത്തെ ബിസിനസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് നമ്മുടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്കും നമ്മൾക്ക് ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഷാമിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീഡിയോ ഫുള്ള് കേൾക്കുക. 1-2 പ്രാവശ്യം കേട്ടതിന് ശേഷം ഒന്ന് അശ്വിനെ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഫ്രീ ആയിട്ട്, അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ഐഡിയ എടുത്തുകൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ വീട്ടിലെ ആവശ്യമുള്ള എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കൊണ്ട്, ഇത്ര പൈസയുടെ കാശ് ഒരു ആവശ്യമില്ല, നിർബന്ധമില്ല. എന്തെങ്കിലും വേണമെന്ന് ആവശ്യമുള്ള സാധനങ്ങൾ ജസ്റ്റ് ചേഞ്ച് ദ ഷോപ്പ് എന്നേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് എന്താ വേണ്ട അതേ വാങ്ങണ്ടുള്ളൂ കേട്ടോ. ഒന്ന് വാങ്ങിക്കൂട്ടരുത്. കാരണം നാട്ടിലേക്ക് ഒരുപാട് പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടും കാശ് ഉണ്ടാക്കാൻ ഒരുപാട് സാധനം വാങ്ങിക്കൂട്ടണം. അതിന്റെ ആവശ്യമില്ല. ജസ്റ്റ് ചേഞ്ച് ദ ഷോപ്പ്. എന്തൊക്കെ വേണ്ടത് വാങ്ങുക. എന്നിട്ട് അതിന്റെ പ്രൊഡക്റ്റിന്റെ ഒന്ന് ക്വാളിറ്റി നോക്കുക ഫസ്റ്റ്. അതിനുശേഷം നമ്മൾ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് പറയാം എന്താ ചെയ്യേണ്ടതെന്ന് കേട്ടോ. അതിനുശേഷം നമ്മൾ ഫ്രണ്ട്സിനല്ല, അല്ലെങ്കിൽ ആരെങ്കിലും ഇതിന്റെ ക്വാളിറ്റി ഷെയർ ചെയ്യുന്നു, അത്രേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അതോടെ നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 1 by 1 ആയിട്ട് പറഞ്ഞുതരാം. ചോദിച്ചോളൂ. ഹലോ, അതെ, നമ്മളിപ്പോ ഈ ചോദിച്ചോളൂ. ജയകുമാർ. ജയകുമാർ. ഓക്കെ ഓക്കെ. പ്രൊഡക്റ്റ് മേടിച്ച് നമുക്ക് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് മറ്റ് സ്ഥലങ്ങളിൽ മേടിക്കുന്ന കസ്റ്റമേഴ്സിന് ഈ പറയുന്ന ഷോപ്പുകളിൽ എത്തിക്കണമെന്നാണ്, ഈ പ്ലാറ്റ്ഫോമിൽ എത്തിക്കണമെന്നാണ്? ഈ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചാൽ മതി. പ്ലാറ്റ്ഫോമിൽ എത്തിക്കാം. അതെ അതെ. ഓക്കെ, നമ്മൾ സാറ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, സാർ ഇപ്പോൾ ഈ ബിസിനസ് മീറ്റ് കേട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. വേണമെങ്കിൽ 1-2 വർഷം നാളെ മറ്റൊക്കെ കേൾക്കാം. കുറച്ച് ക്ലാരിറ്റി മനസ്സിലായ ശേഷം നമ്മൾ ഒരാളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ. കാരണം നമ്മളൊന്നും അറിയാത്ത, ഇത് ശരിയാണോ ജെന്യൂൻ ആണോ എന്ന് അറിയാതെ നമ്മളൊരാളെ ഇൻവൈറ്റ് ചെയ്യാൻ പാടില്ല അല്ലേ? തീർച്ചയായിട്ടും 1-2 പ്രാവശ്യം സാർ ബിസിനസ് കേൾക്കുക. നമുക്ക് സാർ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ബിസിനസ് കേട്ടതിന് ശേഷം സാർ ഒരു ഐഡിയ എടുത്തിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുക. പിന്നെ 1-2 കുറച്ച് സാധനങ്ങൾ വാങ്ങി ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതിന് വിശ്വാസം വരും, കമ്പനിയെ കുറിച്ചിട്ട്, പ്രോഡക്റ്റിനെ കുറിച്ചിട്ട്. വന്നതിന് ശേഷം മാത്രമേ ആൾക്കാരോട് ഷെയർ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇപ്പൊ നിങ്ങളിപ്പോ ഒന്നും കേട്ടിട്ടില്ല, ഒന്നും മനസ്സിലാക്കിയിട്ടില്ല ഈ കമ്പനിയെ കുറിച്ചിട്ടൊന്നും. ഇപ്പൊ നിങ്ങൾ ആരോടും പോയിട്ട് പറയുകയാണെങ്കിൽ അയ്യോ അത് നാട്ടിലെ മണിച്ചേന് കാശ് കൊടുക്കുക വാങ്ങുക തട്ടിപ്പ്, അത് ഒരിക്കലും പോരെന്ന് പറയും. എല്ലാവരും നിങ്ങൾ നെഗറ്റീവ് എടുപ്പിക്കും. എന്നെ സ്റ്റാർട്ടിങ്ങിൽ നെഗറ്റീവ് എടുപ്പിച്ചതാണ് കുറെ ആൾക്കാർ. 3 മാസം എനിക്ക് ഈ എൻക്വയറിയും കൊണ്ട് എന്റെ പറയുക ആൾക്കാർ വന്നിരുന്നു. ആള് ഒന്ന് ജോയിൻ ആവുന്നുണ്ട്. 3 മാസത്തിന് ശേഷമാണ് ഞാൻ ജോയിൻ ആയത് ഇതിനെ കുറിച്ച് പഠിച്ചിട്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ നെഗറ്റീവ് ആക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക, മീറ്റിംഗ് കേൾക്കുക, കുറച്ച് സാധനങ്ങൾ ഉപയോഗിക്കുക, അതിനുശേഷം മാത്രം ഷെയർ ചെയ്യുക ആൾക്കാരോട് കേട്ടോ. പക്ഷെ നിങ്ങൾക്കൊരു വരുമാനം എത്തിക്കാൻ വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഞാനുണ്ട്, എൻ്റെ വൈഫ് അശ്വിനി, പിന്നെ നാട്ടിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് പിന്നെ എന്താ ചെയ്യുന്നത് സാറ്? സാർ എന്താ ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ടോ? വർക്ക് ചെയ്യുന്നുണ്ടോ? ജയകുമാർ വർക്ക് ചെയ്യുന്നുണ്ടോ? ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, അപ്പൊ മീറ്റിംഗ് ഒക്കെ പിന്നെ നമുക്ക് പിന്നെ ഈ ഓക്കെ, തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇത് എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ അതിന്റെ ഞായറാഴ്ച പ്രൊഡക്റ്റ് സെഷൻ ഉണ്ട്, അത് നമുക്ക് പറഞ്ഞുതരാം. അതല്ലാതെ നിങ്ങൾ ഐഡിയ എടുത്ത് ഞാൻ കാറ്റലോഗ് അയച്ചു തരാം. പിന്നെ ഐഡിയ എടുത്ത് എല്ലാ പ്രൊഡക്റ്റും കാണാൻ പറ്റും. ഇതിൽ എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ട്, എത്രയാണ് കാശ് ഒക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതിൽ പ്രൊഡക്റ്റ് കൊണ്ടുപോയി സെല് ചെയ്യേണ്ടേ ഒന്നും ചെയ്യേണ്ട. അല്ലാതെ തന്നെ നമുക്ക് ഇതിലോട്ട് പിന്നെ എൻട്രി ആവാം. എൻട്രി ആയിട്ട് വളരെ പിന്നെ മോസ്റ്റ് വെൽക്കം. നമ്മളെല്ലാവരും പിന്നെ 100% സപ്പോർട്ട് ചെയ്യും. പുതിയ ആൾക്കാരെ, എനിക്ക് 2-3 ആൾക്കാർ പുതിയ ഉണ്ട്. എല്ലാവരും നമ്മൾ 100% സപ്പോർട്ടോടെ, നമ്മളും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത ആൾക്കാരും ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ ബിസിനസ് ഗ്രോ ചെയ്യാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ആർക്കും ഡൗട്ട് ഉണ്ട് ചോദിച്ചോളൂ, ഇനിയും ചോദിച്ചോളൂ, സമയമുണ്ട്. നമ്മുടെ 1 മണിക്കൂറാണ് പ്രസന്റേഷൻ ടൈം എടുക്കുന്നത്. ഇപ്പോൾ 1/4 മണിക്കൂറേ ആയിട്ടുള്ളൂ. ആർക്കും ചോദിക്കാം. കാരണം നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉള്ളത്.
ഒരുപാട് കാര്യങ്ങൾ പഴയ ആൾക്കാർക്ക് പിന്നെ ചോദിക്കാം, പുതിയ ആൾക്കാർക്ക് ചോദിക്കാം. കാരണം ഞാൻ ഈ 3.5 വർഷം കൊണ്ട് എനിക്ക് ഒരുപാട് അറിവുകൾ ഒരുപാട് പഠിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇവിടുന്ന്. ഞാൻ ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ബിസിനസ് ലൈഫ് ടൈം പഠിച്ചുകൊണ്ടും ചെയ്തുകൊണ്ടും പിന്നെ ബിസിനസ് ഇൻകം നേടിക്കൊണ്ടും പിന്നെ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ. പിന്നെ എനിക്ക് പ്രസന്റേഷൻ, ഇത് ചിലവർക്ക് പ്രസന്റേഷൻ എടുക്കാൻ പറ്റില്ലായിരിക്കാം. നോ പ്രോബ്ലം. നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് എന്താ കഴിവുള്ളത് അത് പിന്നെ അത് ഡെവലപ്പ് ചെയ്താൽ മതി. ചിലവർക്ക് ചിലപ്പോൾ പിന്നെ IT ആയിരിക്കാം, പിന്നെ എന്താ പറയുക, ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനൊക്കെ ഇഷ്ടമായിരിക്കാം. അതിലൂടെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്താണ് കഴിവുള്ളത് അത് ഇവിടെ ഇമ്പ്രൂവ് ചെയ്താൽ മതി. മനസ്സിലായില്ലേ? ചിലർക്ക് സംസാരിക്കാൻ കുറച്ച് കഴിവുണ്ടാവും, അത് ഇമ്പ്രൂവ് ചെയ്യാം. നമ്മുടെ കഴിവുകൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് ചെയ്യാം. കാരണം ഇപ്പോൾ എന്നെക്കാളും കഴിവുള്ള പിന്നെ ആൾക്കാർ ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരിക്കാം. ഞാൻ അവരെ കഴിവും പിന്നെ ഓരോ ആൾക്കാരുടെ കഴിവ് ഉപയോഗിച്ച് ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുമ്പോൾ വലിയൊരു പ്ലാറ്റ്ഫോമായി മാറുകയാണ് ചെയ്യുന്നത്. അല്ലാതെ എല്ലാം ഒരാൾക്ക് ചെയ്യാൻ പാടാണ് ഇവിടെ. അതാണ് നമ്മൾ ടീമായിട്ട് ചെയ്യുന്ന ഈ ബിസിനസ്. ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചോദിക്കാവോ? അക്ഷയ പഴയ ആൾക്കാരാണ്, നമ്മൾ പഴയ ലീഡറാണ്. പിന്നെ റോബിൻ സാറ് പഴയ ലീഡറാണ്, ചോദിക്കാം തീർച്ചയായിട്ടും. മിനി നവീന് ഒരു പ്രോസ്പെക്ട് ഉണ്ട്, മിനി നവീന്റെ ചോദിക്കാം. രാജി മാഡം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടേ ഉണ്ടാവുള്ളൂ. ഓക്കെ. ഭാസ്കരൻ സാർ സംസാരിച്ചിരുന്നു. ജോൺസൺ സാറ് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാട്ടോ. സുഹ്രാബിയുടെ ഓഡിയോ കണക്ട് ആയിട്ടില്ല. ആർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലേ? ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടല്ലേ? ഓക്കെ. ലിങ്ക് കിട്ടിയപ്പോ വെറുതെ കയറിയതാ. എന്തുകൊണ്ട് വിശേഷം? സുഖമല്ലേ? സാർ സുഖം. നാട്ടിലാണല്ലേ? നാട്ടിലേപ്പോ ഓക്കെ. എറണാകുളത്ത്. ഓക്കെ. അറിഞ്ഞായിരുന്നു. ഓക്കെ. കോണ്ടാക്ട് ചെയ്യാം സാർ, വാട്സാപ്പ് കോണ്ടാക്ട് ചെയ്യാം സാറിന്. ഓക്കെ. എല്ലാവരും ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് അയക്കണേ. എന്നാൽ എനിക്ക് പിന്നെ ബാക്ക് മൈക്ക് MC-ക്ക് കൊടുക്കാം. അത് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഒരു ബാക്കിയുള്ളവർക്ക് ഇരിക്കാൻ പറ്റുന്നത് ഇരിക്കാം കേട്ടോ. എന്താ പറയുക, കുറച്ച് എന്തെങ്കിലും ഡിസ്കസ് ഡൗട്ട് ഒക്കെ ചോദിക്കാണ്ടെങ്കിലും അല്ല ആപ്ലിക്കേഷൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എന്റെ മൊബൈൽ കണക്ട് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഡൗട്ട് ഒക്കെ വേണമെങ്കിൽ ക്ലാരി ചെയ്യാം. അപ്പൊ ഞാൻ MC-ക്ക് ബാക്ക് കൊടുക്കുകയാണ്. അപ്പൊ അതിനുശേഷം പഴയ ആൾക്കാർക്ക് വേണമെങ്കിൽ ഇരിക്കാം, അല്ല പുതിയ ആൾക്കാർ ഇരിക്കുന്നത് കുഴപ്പമില്ല കേട്ടോ. അപ്പോ പിന്നെ എല്ലാരും പിന്നെ കണ്ടുകൊണ്ട് ബിസിനസ് പിന്നെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ 100% സപ്പോർട്ട് ഉണ്ടാവും. ഓക്കെ. ബാക്ക് ടു MC. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും പിന്നെ സാറ് നല്ലപോലെ ഈ ബിസിനസിനെ കുറിച്ച് സംശയങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുത്തു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി പുതുതായിട്ട് വന്ന നിങ്ങളെ കണക്ട് ചെയ്ത വ്യക്തികളുമായി കോണ്ടാക്ട് ചെയ്യുക. അവരുമായിട്ട് ഒരു പിന്നെ ഐഡിയ എടുത്ത് പിന്നെ ഈ ബിസിനസ് മുന്നോട്ട് പോവുക. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക, മനസ്സിലാക്കുക. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. താങ്ക് യു. വിഷ് യു വെൽത്ത്.